സോ നമ്മളൊരു പ്രൊജക്റ്റ് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ യൂഷ്വലി ഇതുപോലൊരു ലിസ്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. അതായത് നമുക്ക് കുറേ ലൈബ്രറീസ് വേണം. ചിലപ്പം ചില ലൈബ്രറിക്ക് ഡിപ്പെൻഡൻസി ആയിട്ട് വേറെ ലൈബ്രറീസ് വരും. സോ അതിൻ്റെ എല്ലാം വെർഷൻസും പേരും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം പിപ്പ് ഫ്രീസ് പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പിപ്പ് ഫ്രീസ് വിളിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ലിസ്റ്റ് കിട്ടും. അത് ഞാൻ ഇതുപോലെ requirements.txt എന്ന് പറയുന്ന ഒരു ഫയലായിട്ട് കോഡിൻ്റെ ഭാഗമായിട്ട് സേവ് ചെയ്യും. അതായിരിക്കും നമ്മൾ ഗിറ്റിൽ പുഷ് ചെയ്ത് ഗിറ്റ് ഹബിൽ ഇടുക. സപ്പോസ് ഈ പ്രൊജക്റ്റ് വേറൊരാൾക്ക് റെപ്ലിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? അയാൾക്ക് ഈ ലിസ്റ്റ് കിട്ടും വിത്ത് ദിസ് വെർഷൻ നമ്പേഴ്സ് ആൻഡ് ഓൾ. സോ ഇതേ വെർഷൻസ്, അതായത് ഇത് അയാൾക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾ ഇതുപോലൊരു VNV ക്രിയേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു കമാൻഡ് കൊടുക്കും. അതായത് pip install -r requirements.txt ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ requirements.txt-യിലുള്ള ലൈബ്രറീസും അതാത് വെർഷൻസും ആ എൻവയോൺമെൻറ്റ് ഇതിൻ്റെ അകത്തോട്ട് ഇൻസ്റ്റാൾഡ് ആവും. സോ ആ രീതിയിൽ അയാൾക്ക് ഉറപ്പ് എന്താണ്, നമ്മൾ ഉപയോഗിച്ച അതേ ലൈബ്രറീസും അതേ വെർഷൻസും അയാളും യൂസ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ സിസ്റ്റത്തിൽ വർക്ക് ചെയ്ത കോഡ് അയാളുടെ സിസ്റ്റത്തിലും വർക്ക് ചെയ്യേണ്ടതാണ്. സോ അതാണ് അതിൻ്റെ ഒരു ബേസിക് യൂസേജ് എന്ന് പറയുന്നത്. ഇതിനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നിക്സും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഒരു പരിധി വരെ വെർഷൻ കോൺഫ്ലിക്റ്റ് എൻ്റെ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നില്ല, എൻ്റെ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്ന അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഒഴിവാക്കാനായിട്ട് ഇത് ഹെൽപ്ഫുള്ളാണ്.